നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഭരണഘടനാ ക്യാപ്സ്യൂളും ഭരണഘടന പൊക്കിപ്പിടിച്ചുകൊണ്ടുള്ള പരിപാടിയൊന്നും ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. ഒരു കാലത്ത് സ്ഥിരമായി ഭരണഘടന കയ്യിൽ വെച്ചുകൊണ്ട് എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ പാർലമെന്റിൽ വരികയും വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ ഇത്രയധികം അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇവർ ഭരിച്ച കാലത്തായാലും അല്ലെങ്കിലും ഇന്ത്യൻ ഭരണഘടനയൊക്കെ ഇവർക്ക് കളിച്ച് ചിരിച്ച് രസിക്കാനും ഇവർക്ക് രാഷ്ട്രീയമായി എല്ലാത്തിനെയും നേരിടാനുമുള്ള ഒരു വെറും കളിപ്പാട്ടം മാത്രമാണ് ഡോക്ടർ BR അംബേദ്കർ എഴുതിയ ഭരണഘടന. അത് ഇന്ദിരാഗാന്ധി അടക്കം പലരും പല രീതിയിൽ തിരുത്തി. അതിനിടയ്ക്കാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെ ഇതിന്റെ പ്രിയാമ്പിളിൽ നിന്ന് സെക്യുലറിസം, സോഷ്യലിസം എന്നീ പദങ്ങൾ ഇവർ കൂട്ടിച്ചേർത്ത പദങ്ങൾ, അടിയന്തരാവസ്ഥക്കാലത്ത് കൂട്ടിച്ചേർത്ത പദങ്ങൾ എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടത് ഉടനെ ഭരണഘടനയും പൊക്കി പിടിച്ചുകൊണ്ട് അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ ഇങ്ങനെ തട്ടിക്കളിക്കാൻ, ഇന്ത്യൻ ഭരണഘടനയെ ഈ രീതിയിൽ അപമാനിക്കാനൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് മാത്രമേ പറ്റൂ. രാഹുൽ ഗാന്ധിക്ക് അറിവുള്ള നേതാക്കൾ ആരെങ്കിലും ഇക്കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു കാർട്ടൂൺ ശ്രദ്ധയിൽപ്പെട്ടു. ആര് വരച്ചതാണ് എന്നറിയില്ല. അതായത് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. പ്രതീകമായിട്ട് രാഹുൽ ഗാന്ധിയാണ് എന്ന് തോന്നുന്നു. ഇടത്തെ കൈയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചുവന്ന നിറത്തിൽ പൊക്കിപ്പിടിച്ചിരിക്കുന്നു. വലത്തെ കൈയിൽ മറച്ചു പിടിച്ചിരിക്കുന്നു പച്ച നിറമുള്ള ശരിയത്ത് നിയമവുമായി ബന്ധപ്പെട്ട പുസ്തകം. മോദി വാണ്ട്സ് ടു എൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രതീകാത്മകമായിട്ട്, അതായത് ഈ ഇന്ത്യൻ ഭരണഘടനയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ശരിയത്ത് നിയമം ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള വാദം ഉന്നയിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചന നൽകുന്ന, അതിനെ പരിഹസിച്ചുകൊണ്ട് ഉള്ള ഒരു കാർട്ടൂണാണ് ഇത്. ഈ കാർട്ടൂൺ കണ്ടപ്പോൾ അത് കുറേയൊക്കെ സത്യമാണ് എന്നതാണ് തോന്നിയത്. കാരണം ഇവിടെ മതപ്രീണനം നടത്തി, പ്രത്യേക മതവിഭാഗങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ നൽകി, മതങ്ങളെ, ഹൈന്ദവ മതങ്ങളെയും അതുപോലെയുള്ള പാരമ്പര്യ മതങ്ങളെയും ഒക്കെ തന്നെ ചവിട്ടിത്തേച്ച് മാറ്റി നിർത്തിയിട്ട്, ഹൈന്ദവ സിഖ് മതങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ ന്യൂനപക്ഷ മതങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഭരണഘടനാ സംവിധാനത്തെ ആണ് കോൺഗ്രസ് എന്നും മുന്നോട്ട് വച്ചിട്ടുള്ളത്. പരസ്യമായി കേരളത്തിലെ നേതാക്കൾ പോലും അത് തുറന്ന് സമ്മതിക്കുന്നു, ഉള്ളിന്റെ ഉള്ളിൽ തുറന്ന് സമ്മതിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെ തുടക്കം മുതൽ തന്നെ, കോൺഗ്രസിന്റെ തുടക്കം മുതൽ, ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ തന്നെ ഇങ്ങോട്ട്, ഇപ്പം PC ജോർജ് പറഞ്ഞതുപോലെ നെഹ്റു മുസൽമാനാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ കൊടുത്തോട്ടെ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോട്ടെ, അവർക്ക് സംവരണമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ശരിയത്ത് നിയമം ഇവിടെ കൊണ്ടുവരാൻ ഉള്ള ശ്രമം പലപ്പോഴും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിന്റെ പ്രതീകാത്മകമായിട്ട്, അതായത് ഇന്ത്യൻ ഭരണഘടനയെ ചവിട്ടി മതിച്ചിട്ട് ശരിയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നതിനായിട്ട് സൗദി അറേബ്യയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് പിന്നെയും കുഴപ്പമില്ല. ഇതിപ്പോൾ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള താലിബാന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, അറിയാവുന്നവരൊന്നും പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം ഇങ്ങനെ വായിട്ടലച്ചുകൊണ്ടിരിക്കും, ഇന്ത്യൻ ഭരണഘടന പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കും, ശരിയത്ത് നിയമമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും. ഇതൊക്കെ തന്നെ കോൺഗ്രസിന്റെ ആണിയടിയാണ്, ശവപ്പെട്ടിയിലുള്ള ആണിയടിയാണ്, അവസാനത്തെ ആണിയടിയാണ്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ നാമാവിശേഷമാകാനുള്ള സാധ്യതയുണ്ട്. ബീഹാറിൽ എന്തൊക്കെ സർക്കസുകളാണ് കാട്ടിക്കൂട്ടുന്നത് എന്നത് വാർത്തകളിൽ കണ്ടു. എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും നടത്തുന്ന സർക്കസുകൾക്കൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇത്തരം തോന്നിയാസങ്ങൾക്കൊക്കെ തന്നെ ജനം മറുപടി പറയും എന്നുള്ള കാര്യം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയും കുടുംബവും, മല്ലികാർജുൻ ഖാർഗെയും, അദ്ദേഹമൊക്കെ വേലക്കാരനാണ്, അവരൊക്കെ ഒന്ന് ഓർത്താൽ കൊള്ളാം. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം.
വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.